ഇസ്രായേലും എത്ര തവണ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അത് കെട്ടുപോകില്ല. അങ്ങനെയൊന്നും ചോർന്നു പോകുന്നതല്ല പേർഷ്യൻ പോരാളികളുടെ പോരാട്ട വീര്യം. അമേരിക്കയും ഇസ്രായേലും കണ്ണു തുറന്ന് കണ്ടോളൂ. നിങ്ങൾ തകർത്തെന്ന് ആശ്വസിച്ചിരിക്കുന്ന ആണവ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇറാൻ ആണവായുധം വികസിപ്പിക്കുക തന്നെ ചെയ്യും. ഇരട്ടത്താപ്പിന്റെ രാജാവായ അമേരിക്കയും വാലാട്ടിപ്പട്ടിയായ ഇസ്രായേലും സൂക്ഷിക്കുക. ഇറാനെ തളർത്താൻ ഈ യുഗത്തിൽ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ തന്നെ പറയൂ, ഇറാൻ ഇവരുടെ മുന്നിൽ തോറ്റെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉത്തരം എന്തായാലും കമന്റ് ചെയ്യണേ. യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചു കളയാനാകുന്നതല്ല പേർഷ്യൻ പോരാളികളുടെ ചങ്കൂറ്റമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയുടെ വാലാട്ടിപ്പട്ടിയായ ഇസ്രായേലും എത്ര തന്നെ ശ്രമിച്ചാലും തകർക്കാനോ അങ്ങനെ അങ്ങ് നാമാവശേഷമാക്കാനോ പറ്റുന്നതല്ല ഇറാന്റെ ആണവ മോഹങ്ങളെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ചർച്ചകൾ നടത്തി ഇറാൻ അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്രായേലിനെ പറഞ്ഞയച്ച് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാണ് അമേരിക്ക കരുതിയത്. എന്നാൽ അമേരിക്ക ചിന്തിച്ചതിലും ഇസ്രായേൽ ആർജിച്ചതിലും വലിയ കരുത്തരാണ് ഇറാനിലെ പോരാളികളെന്നും അവർക്ക് ഭയമില്ലെന്ന തിരിച്ചറിവും വരാൻ മിഡിൽ ഈസ്റ്റിനെ വിറപ്പിച്ച 12 ദിവസത്തെ യുദ്ധം വേണ്ടിവന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പണി തീർത്ത വജ്രായുധങ്ങളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിൽ തീമഴ പെയ്യിച്ചത്. ഇസ്രായേൽ ഒരു ബങ്കർ ഇല്ലാത്ത രാജ്യമായിരുന്നുവെങ്കിൽ മരണസംഖ്യ വീണ്ടും ഉയർന്നേനെ. ഒടുവിൽ ഇസ്രായേലിന്റെ നിർബന്ധത്തിന് വഴങ്ങി അമേരിക്കയും യുദ്ധക്കളത്തിൽ ഇറങ്ങിയതോടെ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ വൻ ആക്രമണം അഴിച്ചുവിടേണ്ടതായി വന്നു. എന്നാൽ ആളപായം ഒട്ടുമില്ലാതെ നോക്കാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു പാഠം നൽകാനും മാത്രമായിരുന്നു അത് ഇറാൻ ചെയ്തത്. പ്രത്യേകിച്ച് ഖത്തറുമായി മികച്ച സൗഹൃദം തുടരുന്ന രാജ്യം എന്ന നിലയ്ക്ക് തന്നെ ഖത്തറിലെ ഒരു മനുഷ്യനെ പോലും ആക്രമിക്കാൻ ഇറാന് പദ്ധതി ഉണ്ടായിരുന്നില്ല. ഇറാന്റെ ആണവ മോഹങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് യുദ്ധവിരാമമിട്ട അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ പറയുന്നു ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന വാസ്തവം. അമേരിക്ക തകർത്തു എന്ന് പറയപ്പെടുന്ന ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ അധികം വൈകാതെ പ്രവർത്തനം ആരംഭിക്കും. ഒരു ശക്തിക്കും ഇടപെടാനാകാത്ത വൈഭവം ഇറാന്റെ കൈവശമുണ്ട്. അത് ഏത് ശക്തിക്ക് മുന്നിലും കീഴടങ്ങാൻ തയ്യാറാകാത്ത ചങ്കൂറ്റമാണ്. അതാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. സ്റ്റെൽത്ത് ബോംബർ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴാണ് പദ്ധതിയിൽ പിന്നോക്കമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നത്. നാശനഷ്ടങ്ങൾ ഗുരുതരമാണ്. ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നമായതിനാൽ ആണവ സമ്പുഷ്ടീകരണം തുടരുക തന്നെ ചെയ്യും. അരാഗ്ചി ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും അവയൊരിക്കലും നേരിട്ടുള്ള ചർച്ചകളായിരിക്കില്ലെന്നും അരാഗ്ചി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ ഒരു പരിഹാരമാണ് അവർ, അതായത് US ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇനി ഈ വീഡിയോ കാണുന്നവരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ട്, പക്ഷേ ക്രെഡിറ്റ് സ്കോർ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടാത്ത അവസ്ഥയുണ്ടായെന്നും വരാം. കാരണം ലോൺ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ അളവുകോലായ ക്രെഡിറ്റ് സ്കോർ ആവശ്യമാണ്. ക്രെഡിറ്റ് സ്കോർ എന്താണ്? പണം തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം വിശ്വാസയോഗ്യനാണെന്ന് കാണിക്കുന്ന ഒരു 3 അക്ക സംഖ്യയാണിത്. നിങ്ങൾക്ക് വായ്പ നൽകണോ അതോ ക്രെഡിറ്റ് കാർഡ് നൽകണോ എന്ന് തീരുമാനിക്കുന്നത് ഈ 3 അക്ക സംഖ്യയിലാണ്. ഉയർന്ന സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് ലോൺ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സ്കോർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയും അത് കൃത്യമായി ചെക്ക് ചെയ്യുകയും വേണം. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. പൈസ ബസാറിന്റെ ലിങ്കാണത്. അതിൽ കയറി ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അതുപോലെ ക്രെഡിറ്റ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതും തീർത്തും ഫ്രീ ആയി. മാത്രവുമല്ല paisabazar.com വഴി നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോറുമായി ബന്ധപ്പെട്ട മന്ത്ലി അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കും. പല ഭാഷയിലും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ മാസവും നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യേണ്ടതാണ്. മാത്രവുമല്ല അത് കുറവാണെങ്കിൽ ഇതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന ടിപ്സും നിങ്ങൾക്ക് ലഭിക്കും. ക്രെഡിറ്റ് സ്കോർ ട്രാക്ക് ചെയ്ത് ശരിയായ ഡയറക്ഷനിലൂടെ അപ്ലൈ ചെയ്യാനും നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ലോൺ ആവശ്യമാണെങ്കിൽ അവിടെ നിന്നും ലോൺ എടുക്കാവുന്നതാണ്. അവിടെ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പലിശ കുറഞ്ഞ ലോണുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയത് തന്നെ തിരഞ്ഞെടുക്കാം. പിന്നെ ഇതിൽ ഏറ്റവും നല്ല വശം എന്താണെന്ന് വെച്ചാൽ പൈസ ബസാർ CPL ക്രെഡിറ്റ് പ്രീമിയർ ലീഗ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അടിസ്ഥാനമാക്കി റാങ്ക് നേടുകയും ഐഫോണുകൾ, ആമസോൺ വൗച്ചറുകൾ, റിവാർഡുകൾ എന്നിങ്ങനെ ആവേശകരമായ സമ്മാനങ്ങൾ നേടാനുള്ള അവസരവുമുണ്ട്. നിങ്ങളുടെ നഗരത്തിലോ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലോ ഇന്ത്യയിലുടനീളമുള്ള മറ്റുള്ളവരുമായി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പ്രകടനം താരതമ്യം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
വീഡിയോയിലേക്ക് തിരികെ വന്നാൽ, ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമാണെന്നും അത് സമാധാനപരമായി തുടരുമെന്നും ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾക്കായി പോകില്ലെന്നും തെളിയിക്കാൻ ആവശ്യമായ ഏത് നടപടികൾക്കും ഞങ്ങൾ തയ്യാറാണ്. പകരമായി അവർ ഉപരോധം നീക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം തുർക്കിയിൽ വെച്ച് ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, UK പ്രതിനിധികളുമായി 25-ന് ചർച്ച നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ചർച്ച ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്യുന്നതായി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റെഫാൻ ദുജാറിക് പറഞ്ഞു. അമേരിക്ക എന്നും ഇറാന് ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ച രാജ്യമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ തകർത്തുകൊണ്ട് ഇറാനിലെ ജനങ്ങളെ പട്ടിണിക്കിടാനാണ് അമേരിക്ക എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ യുദ്ധം ജയിക്കാൻ എല്ലാ മാർഗങ്ങളും പയറ്റുകയാണ് ഇരുകൂട്ടരും. യുദ്ധത്തിലേക്ക് അമേരിക്ക കൂടി നേരിട്ട് പങ്കാളിയാകുമെന്ന സൂചനകൾക്കിടയിൽ സൈബർ ആക്രമണം കൂടി ശക്തമാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇറാന്റെ ചാനൽ മുതൽ ബാങ്കിംഗ് സംവിധാനം വരെ സൈബർ ആക്രമണത്തിലൂടെ തകർക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം. പക്ഷേ അതിനെയൊക്കെ കാര്യമായി പ്രതിരോധിക്കാൻ ഇറാന് സാധിക്കുന്നുമുണ്ട്. ഒരേ സമയം മിസൈൽ ആക്രമണത്തിനോടൊപ്പം സൈബർ യുദ്ധത്തിലും മുന്നിലെത്താനാണ് ഇസ്രായേൽ കണിഞ്ഞ് പരിശ്രമിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക TV ചാനലുകൾ ഹാക്ക് ചെയ്യുന്നതിൽ ഇസ്രായേൽ വിജയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാന്റെ ചാനലുകളിലൂടെ ഇറാൻ ഭരണ നേതൃത്വത്തിനെതിരെ ആഹ്വാനങ്ങൾ നൽകി ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഇസ്രായേലിന്റെ പദ്ധതി. ഇറാനെ എല്ലാവിധത്തിലും തകർക്കാനുള്ള ശ്രമമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത്രയും 12 ദിവസത്തെ ഘോര യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സംഘർഷ സാഹചര്യങ്ങളാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിലെ ജയപരാജയങ്ങളെക്കാൾ ഇസ്രായേലിന്റെ ആക്രമണ സ്വഭാവവും ഇറാന്റെ പ്രതിരോധവും ലോകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്നാൽ ഇവർക്കിടയിൽ കിടന്ന് കളിക്കുന്ന അമേരിക്കയുടെ യഥാർത്ഥ സ്വഭാവം ആരും തിരിച്ചറിയാതെ പോകരുത്. അമേരിക്കയുടെ വിദേശ നയത്തിൽ ഇസ്രായേലിന്റെയും ഇറാന്റെയും ആണവ പദ്ധതികളോടുള്ള സമീപനം വ്യക്തമായി ഇരട്ടത്താപ്പ് വെളിവാക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് 100 കണക്കിന് ആണവായുധങ്ങൾ ഉള്ളതായി കരുതപ്പെടുന്നുണ്ടെങ്കിലും ആണവായുധ നിരോധന ഉടമ്പടിയിൽ, അതായത് NPTയിൽ ഒപ്പുവെക്കാത്ത രാഷ്ട്രമാണ്. എന്നിട്ടും അമേരിക്ക ഇതിനെതിരെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ ആകട്ടെ NPTയിൽ ഒപ്പുവെച്ച രാജ്യവുമാണ്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് അവകാശപ്പെട്ടിട്ടും അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ പദ്ധതികളെ ഭീഷണിയായി ചിത്രീകരിക്കുകയും കനത്ത ഉപരോധങ്ങളും ആക്രമണങ്ങളും നടത്തുകയുമാണ് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ആണവ പദ്ധതിയെ അമേരിക്ക പിന്തുണയ്ക്കുന്നതും ഇറാന്റെ പദ്ധതിയെ എതിർക്കുന്നതും ജനാധിപത്യ മൂല്യങ്ങളെയും നിഷ്പക്ഷതയും ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ഇറാന്റെ ആണവ പദ്ധതി ഒരു ഭീഷണിയാണെന്ന് വാദിക്കുമ്പോൾ ഇസ്രായേലിന്റെ ആണവ ശേഖരത്തെ അവഗണിക്കുന്നത് അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യങ്ങളെയും മേഖലയിലെ ശക്തി സന്തുലനത്തെയും മുൻനിർത്തിയിട്ടുള്ള നടപടി തന്നെയാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നയമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇറാനെ എത്രത്തോളം നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചാലും അവർ പിന്നെയും തിരികെ വരുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് പേർഷ്യൻ പോരാട്ട വീര്യം. എത്ര ഊതിക്കെടുത്തിയാലും അത് ആളിക്കത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇറാനെതിരെയുള്ള പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് സ്വന്തം ജനതയുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാനാണ് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. പിന്നെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിന് പലപ്പോഴും വെല്ലുവിളിയാകുന്ന ക്രെഡിറ്റ് സ്കോർ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനും അത് ഇംപ്രൂവ് ചെയ്യാനും വേണമെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യാനും പൈസ ബസാറിലൂടെ സാധിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി ക്രെഡിറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്.